ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാച്ച് വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ടാലിയിൽ എങ്ങനെയാണ് ബാച്ച് വൈസ് വെച്ചിട്ട് എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ബാച്ച് വൈസ് എന്നുള്ളത് നോക്കാം, എപ്പോഴാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ്, അതായത് മെഡിസിൻ, അതേപോലെ തന്നെ ഫുഡ് പ്രോഡക്റ്റുകൾ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ പാക്കറ്റിൻ്റെ മുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. എന്താണ് ഈ ബാച്ച് നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഓരോ ബാച്ചുകളായിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. ഇപ്പോൾ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ലോട്ട്, ഒരു പ്രാവശ്യം മെഷീനിൽ ഇട്ടെടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലോട്ടിനെയാണ് നമ്മൾ ഒരു ബാച്ച് നമ്പർ ആയിട്ട് നമ്മൾ കണക്കാക്കുക. അതേപോലെ തന്നെ അതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടായിരിക്കും, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കടയിൽ ചെന്നിട്ട് ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഐറ്റം വാങ്ങിക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മളൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വെക്കാം. എന്തൊക്കെയാണ്? ആ ഐറ്റത്തിൻ്റെ ബാച്ച് നമ്പർ, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ്. എന്നിട്ട് നമ്മൾക്ക് ഈ ഐറ്റം നമ്മൾക്ക് സെയിൽ ചെയ്യണ സമയത്താണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ ഐറ്റം എന്താണ്, സെയിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ എൻട്രി ഇടുന്ന സമയത്ത് ആ ഐറ്റം എക്സ്പയറി കഴിഞ്ഞു എങ്കിൽ ആ ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബാച്ച് നമ്പർ അവിടെ കാണിക്കില്ല, കാരണം ബാച്ച് നമ്പറിലൂടെ അല്ലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ syamalanarayanan. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഓരോ വീഡിയോയും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമാണ്, കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ചാനലിന് ഒരു റീച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ഡൗൺ ആയിട്ടാണ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ വീഡിയോയും എടുക്കുന്നത്. അതിൻ്റെ റെക്കോർഡിങ്, എഡിറ്റിങ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരെ വീഡിയോ കാണുന്നുണ്ടെന്നറിയാം, പക്ഷേ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണണേ. അപ്പോൾ അതെനിക്ക് ഒരു യൂസ്ഫുള്ളായി മാറും. അപ്പോൾ നമ്മൾക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്കത് എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. പർച്ചേസ്ഡ് 50 ടാബ്സ് ഓഫ് ആസ്പിരിൻ ടാബ്ലറ്റ് ഫ്രം സൂര്യ ഫാർമസി അറ്റ് ₹4. ബാച്ച് നമ്പർ പറഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് ഡേറ്റ് 31/3/2023 ആണ്. എക്സ്പയറി ഡേറ്റ് പറയുന്നത് 2/5/2023 ആണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ടാലിയിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ടാലി ഓപ്പൺ ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ച് വൈസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ടാലിയിൽ കുറച്ച് ഓപ്ഷൻസ് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. നമുക്കിവിടെ മുകളിൽ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് F11 ഫീച്ചർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ F11 ഫീച്ചർ സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, എനേബിൾ ബാച്ചസ് പറഞ്ഞിട്ട്. ഈ ഓപ്ഷനാണ് നമ്മൾ യെസ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, മെയിൻറ്റെയിൻ എക്സ്പയറി ഡേറ്റ് ഫോർ ബാച്ചസ്. ഈ രണ്ട് ഓപ്ഷനും നമുക്ക് യെസ് കൊടുക്കണം. എന്നാലാണ് നമുക്ക് എക്സ്പയറി ഡേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഐറ്റമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐറ്റം എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ക്രിയേറ്റിലേക്കാണ് പോകേണ്ടത്. ഇതിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കാം, ആസ്പിരിൻ. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് യൂണിറ്റ്, നമുക്ക് ടാബ് എന്നുള്ള യൂണിറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ചോദിക്കും, മെയിൻറ്റെയിൻ ഇൻ ബാച്ചസ്. നമ്മൾ ഇവിടെ എസ് കൊടുക്കണം. അതേപോലെ തന്നെ അടുത്ത ഇവിടെ ചോദിക്കും, ട്രാക്ക് ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്. എന്നാലേ നമ്മൾക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ എസ് കൊടുത്തു. അപ്പോൾ അടുത്ത് ചോദിക്കും, യൂസ് എക്സ്പയറി ഡേറ്റ്. അവിടെ നമ്മൾ എസ് കൊടുത്തു. എന്നാലേ നമുക്ക് എക്സ്പയറി ഡേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് എക്സാമ്പിൾ എന്നുള്ളത് നോക്കാം. എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ പർച്ചേസ്ഡ് 50 ടാബ്സ് ഓഫ് ആസ്പിരിൻ ടാബ്ലറ്റ് ഫ്രം സൂര്യ ഫാർമസി അറ്റ് ₹4 ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ടാലി നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. വൗച്ചറിലേക്ക് പോയി ജസ്റ്റ് V പ്രസ് ചെയ്തു. നമുക്ക് പർച്ചേസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സൂര്യ ഫാർമസി എന്നുള്ള പാർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ Alt C അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം സൂര്യ ഫാർമസി.
അണ്ടർ സൺട്രി ക്രെഡിറ്റർ പർച്ചേസ് ചെയ്യണം, അതുകൊണ്ട് അണ്ടർ സൺട്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻ്റർ അടിച്ചു, ഇവിടെ നമ്മൾ എൻ്റർ അടിച്ചു. ഈ വിൻഡോയിൽ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സേവ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പർച്ചേസ് ലെഡ്ജർ, നമുക്കിവിടെ പർച്ചേസിൻ്റെ ലെഡ്ജർ കാണിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം, അപ്പോൾ ഐറ്റം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ സ്പേസ് ബാർ അടിച്ചിട്ട് നമുക്കിവിടെ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് നമുക്ക് ഐറ്റം സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണിക്കും ബാച്ച് ഓർ ലോട്ട് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. കാരണം നമുക്ക് ഇതിൻ്റെ ബാച്ച് നമ്പർ നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല, നമുക്ക് ഇതിൻ്റെ ബാച്ച് നമ്പർ കൊടുക്കണം. അപ്പം നമുക്ക് എക്സാമ്പിളിൽ നോക്കാം എത്രയാണ് ബാച്ച് നമ്പർ പറഞ്ഞിരിക്കുന്നത്. ബാച്ച് നമ്പർ ഇവിടെ PB102 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ബാച്ച് നമ്പർ കൊടുക്കാം. ന്യൂ നമ്പർ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് നമുക്ക് ഇവിടെ PB102 എന്നുള്ള ബാച്ച് നമ്പർ കൊടുക്കാം. ക്വാണ്ടിറ്റി കൊടുക്കാം 50, അതിൻ്റെ റേറ്റ് 4 രൂപ കൊടുത്തു. ക്വാണ്ടിറ്റിയും റേറ്റും കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇവിടെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുക്കാം. അപ്പോൾ മാനുഫാക്ചറിങ് ഡേറ്റ് പറയുന്നത് 31/3 ആയിരുന്നു. എക്സ്പയർ ആകാൻ പോകുന്നത് 2/5-നാണ്. അപ്പോൾ നമ്മൾ 2/5 എന്നുള്ള ഡേറ്റ് കൊടുത്തു. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഇൻവെൻട്രി ബുക്സ് ഐറ്റം ആയതുകൊണ്ട് നമ്മളിവിടെ ഇൻവെൻട്രി ബുക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഇൻവെൻട്രി ബുക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ബാച്ച് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും, ഐറ്റത്തിൻ്റെ പേര് ഇവിടെ കാണിക്കും. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു, അപ്പോൾ അതിൻ്റെ ബാച്ച് നമ്പർ ഇവിടെ കാണിക്കും. വീണ്ടും ഒന്നുകൂടി എൻ്റർ അടിച്ചു, അപ്പം നമുക്കിവിടെ കാണിക്കും ഡേറ്റ് ഉണ്ട്. ആരുടെ അടുത്താണ് വാങ്ങിച്ചിരിക്കുന്നത്? സൂര്യ ഫാർമസിയുടെ അടുത്ത് നിന്നാണ്. നമുക്കിവിടെ ടാബ്ലറ്റ് 50 ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. 4 രൂപ വെച്ചിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതിൻ്റെ സ്റ്റോക്ക് ഐറ്റം പേര്, ബാച്ച് നെയിം എല്ലാം ഇവിടെ കാണിക്കും. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് എല്ലാം നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണിക്കും. ഇനി നമുക്ക് അടുത്തത് എന്താണ് എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് പറഞ്ഞിരിക്കുന്നത് സോൾഡ് 20 ടാബ്സ് ഓഫ് ആസ്പിരിൻ അറ്റ് ₹5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ എൻട്രി ചെയ്യാം. 1/5-നാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡേറ്റ് ഇവിടെ 1/5 കൊടുക്കാം. സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. S8 സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇവിടെ ഒന്നുകൂടി നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഐറ്റം കാണിക്കാം, ആസ്പിരിൻ എന്നുള്ളത് കാണിച്ചു. അപ്പോൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാച്ച് നമ്പർ ഇവിടെ കാണിക്കും. PB102 എന്നുള്ള ബാച്ച് നമ്പർ ഇവിടെ കാണിക്കും. ഈ ബാച്ച് നമ്പറിലൂടെയാണ് നമ്മൾ സെയിൽ ചെയ്യണത്. നമുക്കിവിടെ കൊടുത്തു 20 ടാബ്ലറ്റ് കൊടുത്തു, 5 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കും. ഈ എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ചെയ്തു. ആ എൻട്രി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നമുക്കൊരു സെയിൽ ചെയ്യാൻ പോവുകയാണ്. 2/6-നാണ് സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് 2/6 എന്നുള്ളത് കാണിച്ചു. ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് സെയിൽസ് ആണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈ വിൻഡോയിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസ് എന്നുള്ളത് കൊടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. ആസ്പിരിൻ എന്നുള്ള ഐറ്റം നമ്മളിവിടെ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാച്ച് നമ്പർ ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്താണ്? എക്സ്പയറി ഡേറ്റ് എന്നായിരുന്നു? 2/5-നായിരുന്നു. നമ്മളിപ്പോൾ എന്താ സെയിൽ നടത്തുന്നത്? 2/6-നാണ് സെയിൽ നടത്തുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെന്താണ്? ആ ഐറ്റം എന്താണ്? നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ ബാച്ച് നമ്പറിലൂടെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാച്ച് നമ്പർ ഇവിടെ എന്താണ്? കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണ് ചെയ്യുക? അപ്പം നമുക്ക് എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെന്താണ്? ആ ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഈ ഐറ്റം നമ്മൾ കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുക്കുക? നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം നമുക്ക് ഡാമേജ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് നോട്ടിലാണ് നമ്മൾ എൻട്രി കാണിക്കുക. അതായത് എൻ്റെ ബുക്കിൽ ഞാൻ നിങ്ങളെ ഡെബിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ് പാർട്ടി ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡെബിറ്റ് നോട്ട് എന്താണ്, എങ്ങനെയാണ് ഡെബിറ്റ് നോട്ട് ടാലിയിൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് അതർ വൗച്ചേഴ്സ് F10 അതർ വൗച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. അതിൽ ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഡെബിറ്റ് നോട്ട് വന്നു. നമുക്കിവിടെ പാർട്ടിയുടെ പേര് സൂര്യ ഫാർമസിക്കാണ് നമ്മൾ തിരിച്ചയക്കുന്നത്. നമ്മളിവിടെ തിരിച്ചയച്ചു. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു.
ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കാം. നമുക്ക് ഇവിടെ നമുക്ക് പർച്ചേസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജറാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഐറ്റം കൊടുക്കാം. ഇവിടെ നെയിം ഓഫ് ഐറ്റത്തിനോട് നമ്മൾ ആസ്പെരി എന്നുള്ള ഐറ്റം കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ബാച്ച് നമ്പർ കാണിക്കുന്നില്ല, പക്ഷേ ബാച്ച് നമ്പറിലൂടെയാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും നമുക്ക് ബാച്ച് നമ്പർ കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം നമുക്കത് റിട്ടേൺ ചെയ്യണം. നമ്മൾ സെയിലല്ല ചെയ്യണത്, നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാച്ച് നമ്പർ അവിടെ കാണിക്കണം. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ബാച്ച് നമ്പർ കാണിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഒന്ന് F12 പഠിക്കുക. F12 പറഞ്ഞാൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ചോദിക്കും, യൂസ് എക്സ്പയറി ബാച്ചസ് ഫോർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ചോദിക്കും. ഇവിടെ നമുക്ക് യെസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? നമ്മുടെ കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക്, കാരണം ബാച്ച് നമ്പറിലൂടെയാണ് നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവിടെ ബാച്ച് നമ്പർ കാണിക്കില്ല. അപ്പോൾ കാണിക്കണമെങ്കിൽ നമ്മൾ എന്താണ്, ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾക്ക് കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ ബാച്ച് നമ്പർ നമുക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആ ഐറ്റം നമ്മൾക്ക് തിരിച്ചയച്ചു കൊടുക്കാം. അപ്പോൾ 30 എണ്ണം നമ്മൾ തിരിച്ചയച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി അടിച്ച് കഴിഞ്ഞതിന് ശേഷം സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാച്ച് വൈസ് വെച്ചിട്ട് നമ്മൾ എൻട്രി ചെയ്യുക. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ്, എക്സ്പയറി കഴിഞ്ഞാൽ ആ ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള ഐറ്റം കമ്പനിക്ക് തിരിച്ചയച്ചു കൊടുക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? F12 അടിച്ചിട്ട് നമ്മുടെ ആ ഒരു ഓപ്ഷൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.